വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പ് ഒന്ന് കെയർ ചെയ്യാൻ പോവാണ്. അതുമാത്രമല്ല നമ്മുടെ ലിപ്പിൻ്റെ ഒരു ഷെയ്ഡ് മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു ടാസ്കും കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു സ്ക്രബും പിന്നെ ഒരു പാക്കും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ചുണ്ടിലെ മുന്നിലത്തെ തൊലിയൊക്കെ മാറി. അപ്പോൾ ആദ്യത്തെ ഡാർക്കൊക്കെ ഉള്ള നമ്മുടെ സൺടാനൊക്കെ അടിച്ചിട്ട് കുറച്ച് ഡാർക്കൊക്കെ ആയിട്ടുള്ള ലിപ്പായിരിക്കും നമ്മുടെ ഉണ്ടാകുക. അപ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് കുറേ ദിവസമായി ഞാൻ ഇപ്പോൾ ഒരു സ്ക്രബോ പാക്കോ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു സ്ക്രബ് ഒന്ന് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ലിപ്പിന് ആവശ്യമായുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മുടെ സാധനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിനും വേണ്ടിയിട്ടുള്ള മാത്രം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എടുത്തിട്ടുള്ള പാക്ക് എന്ന് വെച്ചാൽ ഇതിൽ പഞ്ചസാര എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുതേനും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ലിപ്പിന് ആവശ്യമായുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുകയൊന്നും ചെയ്യേണ്ട. അതുപോലെ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യാനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമോ അങ്ങനെ ആക്കിയിട്ടാണ് നമ്മുടെ സ്ക്രബൊക്കെ ഫേസിലായിക്കോട്ടെ അതുപോലെ ലിപ്പിലോ എന്തിലെങ്കിലും ആയാലും നമ്മൾ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പാക്കൊന്നും ഇട്ട് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ സ്ക്രബ് അധികം ദിവസം ഇതാക്കിയിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ പഞ്ചസാരയും കുറച്ച് ചെറുതേനും കൂടി എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നാടൻ ചെറുതേനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അലിയിപ്പിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അധികം അലിയിപ്പിക്കേണ്ട, കാരണം ഒരു സ്ക്രബാണല്ലോ. ചെറിയ തരിയോടെ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സ്ക്രബിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളൊക്കെ. നമ്മുടെ നന്നായിട്ട് സൺടാനൊക്കെ അടിച്ചിട്ടുള്ള ലിപ്പായിരിക്കും, അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കും. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലത്തെ ചെറിയ ഒരു വരണ്ട പോലെയുള്ള സ്കിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇളക്കി പോരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ സ്ക്രബ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് അലിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാരയും അതുപോലെ തേനും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടി ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയും മാത്രം മതി കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ലിപ്പിലുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ മുഴുവനായിട്ടൊരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിപ്പിൽ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പം നല്ല മര്യാദയ്ക്കുള്ള ചുണ്ടായിട്ടാണ് ഉള്ളത്. ഇനി ഈ പാക്ക് എടുത്തിട്ട് നമ്മുടെ ലിപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പിന്നെ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് റൊട്ടേറ്റ് ആക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്ന് ഇളകിയിട്ട് പോരും. അപ്പോൾ ആ രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് നിർത്താതെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്പീഡിലാക്കിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല, ചുണ്ട് മുറിയാനോ അല്ലെങ്കിൽ അതിന് കേടുപറ്റാനുള്ള ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്പീഡിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പീഡിലാക്കിയിട്ടല്ല ഞാൻ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്പീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നത് കേട്ടോ. സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മുടെ ലിപ്പിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയൊരു ഡ്രൈനെസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ തേനും പഞ്ചസാരയും ഉള്ളതുകൊണ്ട് തന്നെ നല്ല മധുരമാണ്. നമ്മുടെ വായിലേക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് വീഴ്ന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്, അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ലിപ്പ് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. ഞാൻ വെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് തുടച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിലെ ആദ്യത്തെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇളകി മാറി വന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നന്നായിട്ട് ഫീൽ ആകുന്നുണ്ട്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഫീലിങ്സ് കിട്ടും എന്തായാലും ഉറപ്പായിട്ടും.
അപ്പം നല്ല സോഫ്റ്റ് വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസമെങ്കിലും ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നാൽ അതിൻ്റെ ഡ്രൈനെസ്സൊക്കെ നന്നായിട്ട് മാറാൻ സഹായിക്കുന്ന ഒരു സ്ക്രബ്ബ് തന്നെയാണ് കേട്ടോ ഇത്. അടുത്തതെന്ന് വെച്ചാൽ നമുക്കൊരു പാക്ക് ഉണ്ടാക്കാൻ വേണം. ഒരു ലിപ് പാക്കാണ് കേട്ടോ. അതും 2 ഇൻഗ്രീഡിയൻസുകൾ മാത്രം മതി. അപ്പോൾ ആദ്യം എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ചെറുതേനാണ് കേട്ടോ. അപ്പോൾ ചെറുതേന് നമുക്ക് നാടനുള്ള ചെറുതേനാണിത്. അത് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു 4-5 തുള്ളി മാത്രം മതി. ഇപ്പം തന്നെ ഇത് എടുക്കുമ്പം തന്നെ കുറേ എമൗണ്ട് പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ലിപ്പിലേക്ക് വേണ്ടത് അത്ര മാത്രം കേട്ടോ. ഇനി ഞാൻ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ കാണിക്കാത്ത ഒരു സാധനമാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഗുളികയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനെപ്പറ്റിയുള്ള അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് 2 ദിവസം മുന്നേ. അത് പോയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 3 തുള്ളി എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചാൽ ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിരുന്നു അലിയിപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലൊരു കട്ടി രൂപത്തിൽ ചെറുതായിട്ടുള്ളൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ തേന് ഒരു കുഴമ്പ് രൂപത്തിലാണുള്ളത്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടെക്സ്ചറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മുടെ ലിപ്പുമ്മൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടൈമാണോ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ടൈം. അതുപോലെ രാവിലെ എടുത്തിട്ട് ഇതുപോലത്തെ പാക്കൊന്നും ഉപയോഗിക്കാൻ നിൽക്കണ്ട. കാരണം സൺ ടാൻ ആയിട്ടാൽ വീണ്ടും നമ്മുടെ ചുണ്ടൊക്കെ ഈ കറുപ്പ് വരാനും അതേപോലെ ഡ്രൈ ആകാനും നല്ല സാധ്യത അതന്നെയാണ് സത്യം. അതുകൊണ്ട് രാത്രിയിലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊന്ന് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഒരു അരമണിക്കൂർ ഇതേപോലെ വെച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ലിപ്പും ഇപ്പോഴത്തെ ലിപ്പും നല്ല വ്യത്യാസം തന്നെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് പെർമനൻ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇത് നിങ്ങൾ ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്യുക. അത് നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ക്രബ് ആഴ്ചയ്ക്ക് 2 ദിവസവും അതായത് ഈ പാക്ക് നിങ്ങൾ ഡെയിലി രാത്രിയിൽ യൂസ് ചെയ്താൽ പെർമനൻ്റായിട്ട് നല്ല ലിപ്പിന് കളർ വെക്കുമെന്ന് വെച്ചാൽ കളർ വെക്കും ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കാരണം വെച്ചാൽ വൈറ്റമിൻ ഇ ഗുളിക്കേണ്ട കുറേ ആൾക്ക് റിയാക്ഷൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് പെർമനൻ്റ് നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ പാക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമാണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ആ ടൈം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ലിപ്പിലേക്ക് വെച്ചിട്ട് അവിടെ തന്നെ നിന്നാൽ മതി. നല്ല പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. ഒന്നാമത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ നിന്നോളും. കെമിക്കൽ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് പിന്നീട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ പോവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ നിന്നോളൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീനും അതേപോലെ നല്ല സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ള ലിപ് ബാമുകളൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ലിപ്പിൽ അധികം സൺ ടാനൊന്നും ഏൽക്കാതെ തന്നെ നിന്നോളും. ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും സ്ക്രബ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലിപ്പ് ഒന്ന് ഡാർക്കൊക്കെ മാറി നല്ലൊരു ഷെയ്ഡിലേക്ക് വരാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടിയ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.